അണ്ണാ, ഒരു കാര്യം പറയാൻ മറന്നു. കാലത്ത് അണ്ണനെ കാണാൻ തമ്പി പ്രവർത്തകൻ വന്നിരുന്നു. എന്നിട്ട് കാണാത്തോണ്ട് പോയി. അണ്ണനോട് എന്തൊക്കെ പറയാനുണ്ട് പോലും. അങ്ങേർക്കാകെ കൂടി പറയാനുള്ളത് സമുദായ കാര്യങ്ങൾ മാത്രല്ലേ. നീ ഇതിൽ ചായട്ടുണ്ടോ? ചായക്ക് പാലൊന്നും ഇവിടെ ഇല്ല. കട്ടനായാലും മതി. ചായപ്പൊടിയും തീർന്നെന്നാ തോന്നുന്നേ. കൊറ്റംകുളങ്ങര പൂരം അടുത്ത മാസത്തിലാണ്. ഈ ആവനാഴിയിലുള്ളത് പുഷ്പശരങ്ങളെല്ലാം ഓർമ്മ വേണം. നീ കേൾക്കുന്നുണ്ടോ? പൂരം പരിപാടികൾ നടത്താൻ ഞാൻ മുൻകൈ എടുക്കണമെന്നാ ധർമ്മകർത്താവ് പറയുന്നേ. അപ്പൊ ഞാനൊരു നാടകം എഴുതുകയാണ്. അപ്പന്റെ പൂരത്തിലും സമുദായ പ്രവർത്തനത്തിലൊന്നും എനിക്ക് താല്പര്യമില്ല. ഒന്ന് ഞാൻ പറയാം, ജാതിപരമായി സംഘടിക്കുന്നത് ആപത്താണ്. അപ്പൊ മറ്റ് ജാതിക്കാര് സംഘടിക്കുന്നതോ? നമ്മുടെ അവകാശങ്ങൾ പലത് ഇപ്പൊ തന്നെ ഇല്ലാതായി. അപ്പനെ ഒരു കർഷക തൊഴിലാളിയെ കാണാനാണ് എനിക്കിഷ്ടം. എങ്കിലും അഭിമാനം തോന്നിയേനെ. അല്ലാതെ മടവതി എന്നും പറഞ്ഞ് കുറെ ചുവപ്പ് തുണിയും വാരി ചുറ്റി തെണ്ടാൻ നടക്കുന്നത് നാണക്കേടാ. നാടകം എഴുതായിരുന്നാലേ അടുപ്പിൽ തീ പുകയില്ല. കൃഷ്ണദ, ഞാൻ തന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. തമ്പി പ്രവർത്തകൻ? അതെ, പഴയ തമ്പി പ്രവർത്തകൻ തന്നെ. ഞങ്ങൾ പുതിയൊരു ആശ്രമം തുടങ്ങിയിട്ടുണ്ട്. പറ്റിയൊരു സ്വാമി വേണം പ്രതിഷ്ഠിക്കാൻ. സമുദായ സേവനമൊക്കെ ഉപേക്ഷിച്ചോ? പട്ടികജാതി കോർഡിനേഷൻ കമ്മിറ്റി എവിടം വരെയായി? നമ്മുടെ സമുദായക്കാരെ എത്ര ഒത്തിരിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. പിന്നെന്താണ് പുതിയ പരിപാടി? ഇപ്പോൾ ആത്മീയ മാർഗത്തിലാണ്. പുതിയ വേഷം കെട്ട്. സമുദായത്തിന്റെ കാര്യത്തിൽ നിനക്കണ്ട പെട്ടെന്നൊരു ഉത്കണ്ഠ? എന്താ ഉത്കണ്ഠപ്പെടാൻ പറ്റില്ലേ? പറ്റില്ല. സമുദായമേ തെറ്റ്, സംവരണം തെറ്റ്, മനുഷ്യൻ മാത്രമാണ് ശരി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നീ ഉത്കണ്ഠപ്പെടുന്ന എന്തിന്? തർക്കിക്കാനൊന്നും ഞാനില്ല, എന്നെ ഒഴിവാക്കിയത്. ഞാൻ വിചാരിച്ചു വിശ്വന്റെ നാടകം കർണന്റെ കഥയായിരിക്കും. ആ കഥ എന്നെ ഫാസിനേറ്റ് ചെയ്തില്ല. എനിക്കറിയാം കർണന്റെ കഥ വിശ്വൻ എഴുതാത്ത എന്തെന്ന്. ജന്മനാ കർണൻ സവർണനാണ്. നിന്റെ ഒരു പക്ഷപാത വ്യാഖ്യാനം. വിശ്വനെ ആർക്കും നിഷേധിക്കാനാവില്ല. പക്ഷെ വിശ്വന്റെ കോംപ്ലക്സ് അതാ മുന്നോട്ടുള്ള പോക്കിന് പ്രധാന തടസ്സം. രേഷ്മയ്ക്കൊന്നും അറിയില്ല. ഒരുപക്ഷെ വിശദീകരിച്ചാലും പറഞ്ഞാലും ഒന്നും മനസ്സിലാവുകയില്ല. പറഞ്ഞ മനസ്സിലാവും വിശ്വ. വിശ്വന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരേ ഒരാൾ ഞാനായിരിക്കും. തമ്പി പ്രവർത്തക, എന്റെ മോനെ സമുദായ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. കുമാരേട്ടാ, ഞാൻ കുറെ ഉപദേശിച്ചു, ഒരു ഫലവുമില്ല. ഈ ജാതിയിൽ പിറന്നത് തന്നെ അണ്ണന് നാണക്കേടാ. അതെ മോളെ, അതാ ഏറ്റവും വലിയ കഷ്ടം. നമ്മളൊന്ന് ആഗ്രഹിച്ചു വന്നല്ലോ ഈ ജാതിയില്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും പഠിച്ച് നല്ല നിലയിലായാൽ ജാതിയെ തന്നെ തള്ളിപ്പറയും. അണ്ണനും അത് തന്നെയാ ചെയ്യുന്നത്. പാരമ്പര്യം മറക്കുക, പഴയ കാര്യം മറക്കുക, ഇതൊക്കെ തന്നെയാ ഇന്നത്തെ നമ്മുടെ ശാപം. അപ്പനെങ്ങോട്ടാ? ഇത്രയൊക്കെ പഠിച്ചിട്ട് ഒടുവിൽ നീ എന്ത് ജോലി ചെയ്യാനും പഠിത്തം ഒരു തടസ്സാവരുതല്ലോ അപ്പ. ഇന്ന് ചൊവ്വാഴ്ചയാണ്, രാത്രി മാടനിറങ്ങും. ഇന്നിത് വേണ്ടാന്ന് വെച്ചൂടെ? ചൊവ്വാഴ്ച മാത്രമല്ലല്ലോ, വെള്ളിയാഴ്ചയില്ലേ? അങ്ങനെ ആഴ്ചയിൽ 2 ദിവസമല്ലേ മാടൻ ദൈവത്തിന്റെ ഡ്യൂട്ടി. ആളുകൾ ജോലി ചെയ്യുന്ന തടസ്സപ്പെടുത്തലാണോ ദൈവത്തിന്റെ ജോലി? എങ്കിലതൊരു വല്ലാത്ത ദൈവം തന്നെ. പരിഹസിക്കണ്ട. മാടൻ കോപിച്ചാൽ സംഹാരാകും ഫലം. ദൈവത്തിന്റെ കൈകൊണ്ട് മരിക്കുന്നത് ഒരു മഹാഭാഗ്യല്ലേ അപ്പ. അപ്പൻ ആഴ്ചയിൽ 2 ദിവസം മാടന് പന്തം കുത്തുന്നു. എന്നിട്ടും അപ്പന്റെ മകനെ മാടൻ സംഹരിക്കുമെങ്കിൽ നന്ദിയില്ലാത്തൊരു ദൈവമാണത്. പട്ടിയുണ്ടോ വിശ്വട്ടാ? ഇവിടെ ഇല്ല. ഇവിടുന്ന് ഒരു ഫർലോങ് ദൂരെയുള്ള വീട്ടിലൊരു പട്ടിയുണ്ട്. കേറി വാടാ. ഇവിടെ എന്തെങ്കിലും പട്ടി ഉണ്ടായിട്ടുണ്ടോ? അറിയാനൊക്കത്തില്ലല്ലോ. എന്ന് വേണമെങ്കിലും ഒരു പട്ടിയെ മേടിക്കാലോ. എനിക്ക് പട്ടിയെ വലിയ പേടിയാ. നിനക്ക് എന്തിനാ പേടിയില്ലാത്തത്? വിശ്വട്ടാ, ഞാനിവരുടെ മുറച്ചെടുക്കനാണേ. അല്ലെന്നാരെങ്കിലും പറഞ്ഞോ? അതെ, നമ്മുടെ കാരണവന്മാര് തമ്മിൽ സംസാരിച്ചു വെച്ചിരിക്കുന്ന കാര്യാണേ. ഏത്? അപ്പോഴേക്കും മറന്നോ? അപ്പൊ ഇത്രേ ഉള്ളൂ അല്ലേ?
എടാ, ഇതിലൊരു പെണ്ണിനെ നിനക്ക് കെട്ടിച്ചേരണമെന്നല്ലേ? അപ്പം മറന്നിട്ടില്ല. അപ്പൊ നീ ഇപ്പൊ വന്നത് എന്തിനാന്ന് പറ. അല്ല, ഞാൻ വിശ്വട്ടനോട് ഒരു ഉപാധി വെച്ചിട്ടുണ്ടല്ലോ, അത് ഓർമ്മയുണ്ടോ? കിണ്ണമ്മയോ മണിച്ചിയോ നിനക്ക് ഇഷ്ടമുള്ള ഒരാളിനെ ചോദിക്കും, അപ്പൊ കെട്ടിച്ചേരണമെന്നല്ലേ? പറഞ്ഞു, നിനക്ക് കിണ്ണമ്മയെ വേണോ മണിച്ചയെ വേണോ? അതാണ് എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തത്. എപ്പോഴെങ്കിലും ആലോചിക്കാമെന്ന് വെച്ചാൽ അപ്പോഴേക്കും ബാമ്പ് വർക്കേഴ്സ് യൂണിയന്റെ ഓരോ പ്രശ്നങ്ങൾ കയറി വരും. ഞാനാണല്ലോ സെക്രട്ടറി. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം വിശ്വട്ടാ. തീരുമാനിച്ചിട്ട് വന്ന് പറഞ്ഞാ മതി. അതെ, കല്യാണമല്ലേ, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണേ. ഞാൻ നന്നായി ആലോചിച്ചിട്ട് തീരുമാനം എടുക്കും. ആ, നീ പോയി തീരുമാനിച്ചിട്ട് വന്നാ മതി എന്ന് പറഞ്ഞില്ലേ? ഫോട്ടോ പിടിക്കണം കേട്ടാ. 100 എണ്ണത്തിനെ പിടിക്കണം. എന്തുവാടാ അവിടെ? എടാ, എന്ത് വന്നു? പിള്ളേർക്ക് പഠിക്കാനുള്ളതാ. സ്ഥലം മണ്ണീര വേണ്ട സ്ഥലം വിട്ടോ വേഗം. ഞങ്ങൾ നിങ്ങളുടെ കടയിൽ നിന്ന് ചായ കുടിക്കുന്ന ചുമ്മാതല്ല. വേണ്ട ആ പറയുന്ന ആർക്ക് വേണ്ടിയല്ലയോ, അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ നഷ്ടം? നഷ്ടമുണ്ട്. എന്ത് നഷ്ടം? അതെ, ഈ മണ്ണിരകളെല്ലാം ഇവിടുത്തെ അഴുക്കുകളെ വളമാക്കി മാറ്റും. പരിസ്ഥിതി നാശം, ഭയങ്കര പരിസ്ഥിതി നാശം. ചേട്ടാ, ഇതൊന്ന് പിടിച്ചേ. പിടിക്കേ. ഇനി കുറച്ച് പരിസ്ഥിതി നശിപ്പിച്ചോട്ടെ. അല്ല പിന്നെ ഒന്നടങ്ങടോ മാടൻ തമ്പുരാനെ. എത്ര കാലം, എത്ര കോലം, ഇനിയും ഞാൻ പന്തം കത്തിക്കണോ? എന്താ വിളിച്ചത്? എന്റെ എന്ത് കാര്യമാണ് നീ നടത്തി തന്നെ? എന്റെ തിരക്ക് നിനക്കറിയില്ലേ? ഇപ്പൊ പറയന്മാർക്കും പുലിയന്മാർക്കും മാത്രമല്ല മാടൻ തമ്പുരാനെ വേണ്ടത്, എല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ? നിനക്കിപ്പോ എന്താ വേണ്ടത്? നമ്മുടെ മോന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയാ. അവൻ രക്ഷപ്പെടുമെന്ന് അറിയണം. അത് ഞാൻ നോക്കിക്കോളാം. അപ്പനെന്താ എന്നും ഇങ്ങനെ ആളെ പേടിപ്പിക്കുന്നേ? മണി 9 ആവുന്നു, ഇതുവരെ വന്നില്ല അയാള്. പിള്ളേർ 8:30 മുതൽ വന്നിരിക്കുകയാണ്. ഒരു ട്യൂട്ടോറിയൽ നടത്തിക്കൊണ്ടു പോകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. മണി ഇപ്പൊ 9:05 ആയിട്ടുള്ളൂ. വിഷുൻ ഇപ്പൊ വരുമായിരിക്കും. താൻ എന്താ പറയണത്? 9:45 പിള്ളേർക്ക് പള്ളിക്കൂടത്തിൽ എത്താനുള്ളതാ. ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വന്ന ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ ഇല്ലാത്തവരെ പിരിച്ചുവിടണം. അവനെ പോലെ സോളജി പഠിപ്പിക്കാൻ വേറെ ആരും ഇല്ലെന്നാ അവന്റെ വിചാരം. എന്നാ പിന്നെ നിനക്ക് വേറെ ആളെ നോക്കിക്കൂടെ? നീ എന്തിനാ എപ്പോഴും അവന്റെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നേ? അയാളോട് താല്പര്യം ഉണ്ടായിട്ട്. ജാതിയും മതമൊന്നും പറയുകയല്ല, എങ്കിലും നിനക്ക് നിന്റെ സ്വന്തം കാര്യം നോക്കിയാ പോരെ കൃഷ്ണകുമാറെ? സ്വന്തം കാര്യം കൂടിയാണിത്. എന്റെ ട്യൂട്ടോറിയലിന് പേര് ദോഷം ഉണ്ടാക്കരുത്. ഇത് പ്രേമിക്കാനുള്ള. എങ്കിൽ നിർത്തിയേക്കാം. രാമേന്ദ്ര മാഷ് അയാളുടെ ട്യൂട്ടോറിയലിലേക്ക് കുറെ നാളായി വിളിക്കുന്നുണ്ട്. പേടിപ്പിക്കല്ലേ? നിന്നെ പേടിപ്പിക്കുന്ന എന്തിനാ? ഒരുമിച്ച് പഠിച്ചവരെന്ന നിലയിൽ ഒരുമിച്ച് തുടങ്ങി. കാശ് നിന്റെ കയ്യിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നീ മുതലാളിയായി. കാശ് ഇറക്കിയവന്റെ തലയിലാവും അവസാന ഉത്തരവാദിത്വം. നീ പറഞ്ഞില്ലേ അപ്പുറത്തെ രാമേന്ദ്ര മാഷ്? എന്താ നീ എന്നെ വരട്ടാണോ? വിരട്ടിയതൊന്നും അല്ല, നീ തന്നെയല്ലേ ഡിസിപ്ലിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയത്. നല്ല അർത്ഥത്തിൽ എടുക്കണം. ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, തമാശക്ക് പറഞ്ഞതല്ലേ? ആ വിശ്വന്റെ ഇതെന്റെ വ്യക്തിപരമായ കാര്യ, ഇതില് തമാശയൊന്നും വേണ്ട. എന്നാലും തവളയും പാറ്റയും പിടിക്കാൻ നടക്കുന്നത് കഷ്ടം തന്നെ. നാണക്കേട്, പിന്നെ അതിന്റെ പാപം. എല്ലാറ്റിനെയും കൊല്ലാനല്ലേ? ഇവിടെയും പ്രാക്ടിക്കൽ ഉണ്ടല്ലോ. പാവം ആദ്യം ഇവിടെ അവസാനിപ്പിക്കാം, പിന്നെ പ്രസംഗിക്കാം. എനിക്കൊന്നുമില്ല. തവളയെ കൊല്ലേ പാറ്റയെ കൊല്ലേ, അവന്റെ ശിങ്കിടികൾ അവന്റെ മാനം കെടുത്തും. അവൻ കുടുംബത്തിന് പോറ്റുന്നതേ ഇതിൽ നിന്നുള്ള വരുമാനത്തില. പിന്നെ പണിയുടെ മഹത്വൊന്നും പറയാതിരിക്കാ ഭേദം. മതി മതി, അല്ലേലും നീ വാശിക്കാരിയാ. ഓരോന്നും മനസ്സിലാക്കി ചെയ്താ നന്ന്. ഒരു ജോക്ക് മതി. ശരി, അക്കാര്യത്തിൽ ഡിസിപ്ലിൻ അംഗീകരിക്കുന്നു. The problem of scarcity of resources is not only felt by the individuals but also by the society as a whole. Scarcity of air. If there were no scarcity, goods would be as free as air. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞതാ.
രേഷ്മ കാര്യമാക്കരുത്. നമ്മളൊക്കെ ഒന്നിച്ച് പഠിച്ചവരല്ലേ. ആ വിശ്വൻ അന്വേഷിച്ചിരുന്നു. പുതിയ നാടകത്തിനെ പറ്റി എന്തോ പറയാനാ? അവന്റെ ഓരോ ഭ്രാന്ത്. മഹാഭാരതത്തിലെ ഏറ്റവും വലിയ വില്ലാളി വീരന്റെ കഥയാണ് എന്റെ നാടകം. ആരുടെ? അർജുനന്റെയോ?